ദിവ്യ ഉണ്ണി അങ്ങനെ ചെയ്യരുതായിരുന്നു. സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമുണ്ടോ? ഇത് ചോദിച്ചത് ഉമാ തോമസ് ആണ്. ഉമാ തോമസ് തുറന്നടിച്ച് പറയുകയാണ്. നമുക്കറിയാം, കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി ദിവ്യ ഉണ്ണിയുടെ ഒരു നൃത്താവിഷ്കാരം ഉണ്ടായിരുന്നു. അന്നാണ് നമ്മുടെ ഉമാ തോമസിന് ഒരു അപകടം പറ്റിയതും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കുറെ മാസങ്ങൾ എടുത്തു അവർ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വരാൻ. അപ്പൊ ഇത്തരത്തില് അന്നുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഉമാ തോമസ് ഇത്തരത്തിൽ തുറന്നടിച്ച് പറഞ്ഞത്. കാരണം നമുക്കറിയാം, മന്ത്രി സജി ചെറിയാനും അന്നുണ്ടായിരുന്നു. ദിവ്യ ഉണ്ണിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. ഏകദേശം 3000-ഓളം കുട്ടികളെ അണിനിരത്തി, മുതിർന്നവരും ചെറിയ കുട്ടികളും ഒക്കെ ആയിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ദിവ്യ ഉണ്ണി അവിടെ ആ ഒരു ഇത് നടത്തിയത്. സ്റ്റേഡിയത്തിലായിരുന്നു. എല്ലാവരും നമുക്കറിയാം നീല വർണ്ണം ഒക്കെ അണിഞ്ഞ് അവരുടെ വസ്ത്രങ്ങളിൽ തന്നെ അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നീട് പുറത്തോട്ടൊക്കെ വന്ന് മൊത്തത്തിൽ അവിടെ ഒരു നൃത്ത ആവിഷ്കാരം തന്നെ മൊത്തത്തിൽ പിന്നീട് വലിയൊരു വിവാദവും ചർച്ചയൊക്കെ ആയിരുന്നു. കാരണം പല കുട്ടികളുടെയും കയ്യിൽ നിന്ന് 3500 രൂപ വെച്ച് വാങ്ങിയെന്നും അതിലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജയലക്ഷ്മിയോ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇവരുടെ ഡ്രസ്സ് കോഡ് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് അവരാണ് ആ ഒരു ഡ്രസ് മെറ്റീരിയൽ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്ത് അതിൽ തന്നെ എന്തോ കൃത്രിമങ്ങളോ അഴിമതിയൊക്കെ നടന്നു എന്നുള്ള രീതിയിൽ പല രക്ഷിതാക്കളും അത് മുന്നോട്ട് വരികയും ഏതായാലും ആ ഒരു കല്ലൂർ സ്റ്റേഡിയത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നൃത്ത ആവിഷ്കാരമായിരുന്നു അത്. നമുക്കറിയാം, ദിവ്യ ഉണ്ണി വലിയ നൃത്ത അധ്യാപിക എന്നതിലപ്പുറം വലിയൊരു മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടിയാണ് ഒരു കാലത്ത്. പിന്നീട് അവര് നൃത്തത്തിലേക്ക് അവരുടെ ശ്രദ്ധ ചെലുത്തുകയും അവർ വലിയൊരു നൃത്ത അധ്യാപികയും ഒക്കെ ആയിട്ട് മാറുകയും ഒരു ഡാൻസർ എന്ന് തന്നെ പറയാം, നല്ലൊരു ഡാൻസർ എന്ന് തന്നെ പറയാം, അതിലേക്ക് മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും ദിവ്യ ഉണ്ണി ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അവരുടെ ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടി ഇത്തരത്തിൽ പല സംഘടനകൾ വഴി, പല നൃത്ത സ്കൂളുകൾ വഴി, ഈ നൃത്ത വിദ്യാലയങ്ങൾ വഴി പല കുട്ടികളെയും ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരികയും, കാരണം ദിവ്യ ഉണ്ണിയുടെ മേൽനോട്ടത്തിൽ ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നൃത്ത ആവിഷ്കാരം എന്നുള്ളത് വരുമ്പം ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊന്നും പലർക്കും കിട്ടിയിട്ടില്ലായിരുന്നു. ഏതായാലും ആ ഒരു 3000-ഓളം കുട്ടികളും മുതിർന്നവരും ഒക്കെ ചേർന്ന് ആ ഒരു നൃത്ത ആവിഷ്കാരം നടത്തി. പല ചലച്ചിത്ര മേഖലയിലുള്ള പല നടിമാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, സീരിയൽ മേഖലയിലുള്ള നടിമാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ വലിയ മനോഹരമായ ഒരു നൃത്ത ആവിഷ്കാരമായിരുന്നു. അതിനിടയിലാണ് ഉമാ തോമസിനെ ക്ഷണിച്ചതും സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ള പല പ്രഗത്ഭ അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ളവരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആ ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്കാണ് ഉമാ തോമസ് കയറി വരുന്നതിനിടയിൽ ആ ഒരു കയറ് കെട്ടിയിരുന്ന ഒരു ഭാഗത്ത്, സ്റ്റേഡിയത്തിൽ കയറ് കെട്ടിയിരുന്ന ഭാഗത്ത് വന്നപ്പോഴേക്കും അവര് എല്ലാവരെയും ചിരിച്ച് ഹസ്താരവും ഒക്കെ ചെയ്ത ആ സമയത്താണ് ബാക്കിലോട്ട് മറിയുകയും ആ സ്റ്റേഡിയത്തിന് മുകളിൽ നിന്ന് ഏകദേശം 15 അടി എങ്ങാണ്ട് താഴെ, 12-15 അടി താഴേക്ക് അവർ പതിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇത്രയും വലിയൊരു വീഴ്ചയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടമാണെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും എത്തി നോക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവിടെ ഇരുന്നവരെല്ലാം അതാത് സ്ഥാനത്തിരിക്കുക, അവരെ പിന്നീട് ബാക്കിയുള്ളവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നിട്ടും സാംസ്കാരിക വകുപ്പ് മന്ത്രി ദിവ്യ ഉണ്ണി അത് കണ്ടിന്യൂ ചെയ്തു. ആ ഒരു നൃത്തം അല്ലെങ്കിൽ ഇറങ്ങി വന്നിട്ട് എന്താണെന്നോ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്ന് അറിയുകയോ ചെയ്യാതെ ആ നൃത്തം കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്തു. അവർക്ക് വേൾഡ് റെക്കോർഡ് നേടി. പക്ഷേ അതിനുശേഷം നമ്മളെല്ലാം കണ്ടതാണ് ഉമാ തോമസിനെ പല പ്രമുഖ വ്യക്തികളും പോയി കാണുകയും അവരുടെ വിവരങ്ങളൊക്കെ നമ്മുടെ വാർത്തയിലൂടെ നമ്മൾ അറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നിരവധി പേരായിരുന്നു. കാരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത് നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ പെട്ടെന്നുണ്ടായ ഒരു അപകടങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്നതാണല്ലോ. അപ്പൊ പെട്ടെന്നുണ്ടായ ഒരു സംഗതി അവർക്ക് വലിയൊരു രീതിയിലാണ് ഒരു അപകടം നടന്നത്. അവിടെ ശാരീരികമായിട്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഏകദേശം 1 മാസത്തോളം അവർ ഹോസ്പിറ്റലിലായിരുന്നു. നിരവധി പേര് പ്രമുഖരും ഒക്കെ അവരെ കാണാൻ ചെന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത ദിവ്യ ഉണ്ണി അതിൽ പ്രതികരിച്ചില്ല. കാരണം അവരുടെ ഒരു നൃത്താവിഷ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണെങ്കിലും ദിവ്യ ഉണ്ണിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദിവ്യ ഉണ്ണിയുടെ ഒരു വേൾഡ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സംസ്കാരമൊക്കെയാണ് നൃത്തം എന്ന് പറയുന്ന കേരള സംസ്കാരമൊക്കെ തന്നെയാണെങ്കിലും അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നടന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിലുള്ള പ്രധാന വ്യക്തികൾ വന്നു. അതിലൊരു വ്യക്തിക്കാണ് ഈ അപകടം സംഭവിച്ചത്. പക്ഷെ ദിവ്യ ഉണ്ണിയോ ഈ പറഞ്ഞതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി
മന്ത്രി സജി ചെറിയാനോ ഇതിന് വേണ്ടുന്ന രീതിയിൽ അവരെ ഒന്ന് വരിക അല്ലെങ്കിൽ കാണുകയോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് വിശേഷം ചോദിക്കുകയോ ചെയ്തില്ല. കാരണം നമുക്കറിയാം മഞ്ജു വാര്യർ ഉമാ തോമസിനെ കാണാൻ ചെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെന്ന് കെട്ടിപ്പിടിക്കുകയും സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു കലാരംഗത്ത് നിന്നും അവരെ പ്രതിനിധീകരിച്ചാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം ഇത്തരം ഒരു മഞ്ജു വാര്യർ നമുക്കറിയാം, മഞ്ജു വാര്യർ നല്ലൊരു നടിക്ക് അപ്പുറം ഒരു നൃത്ത അധ്യാപിക ആയില്ലെങ്കിലും നൃത്തം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ നൈപുണ്യമുള്ള ഒരു നടി തന്നെയാണ് മഞ്ജു വാര്യർ. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയായാലും മഞ്ജു വാര്യർ അവിടെ ചെന്ന് ഉമാ തോമസിനെ കാണുകയും അവരുടെ ആ ഒരു വേദനയിൽ പങ്കുചേരുകയും ചെയ്തു. പക്ഷെ ആ നിമിഷം ഉമാ തോമസ് മഞ്ജു വാര്യരോട് പറഞ്ഞു അത്രേ, ദിവ്യ ഉണ്ണി എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല, അവരുടെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പോയത്, എന്നിട്ടും എന്താണ് അവർ എന്നെ പറ്റി ഒന്ന് തിരക്കുകയോ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുകയോ ചെയ്യാഞ്ഞത്, എനിക്കത് വലിയ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് എന്നുള്ളത് മഞ്ജു വാര്യരോട് പറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു അഭിമുഖത്തിൽ ഉമാ തോമസ് പറയുന്നത്. അതിനുശേഷമാണ് ദിവ്യ ഉണ്ണി ഉമാ തോമസിനെ വിളിച്ചത്. ഒരു പക്ഷേ മഞ്ജു വാര്യർ ദിവ്യ ഉണ്ണിയോട് പറഞ്ഞിരിക്കാം, ഇത്തരത്തിലുള്ള ഒരു ഖേദം പ്രകടിപ്പിച്ചു, ദിവ്യ ഉണ്ണി ഒന്ന് വിളിക്കണം എന്നുള്ളത് മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഫലമായിട്ടാണോ എന്നുള്ളത് അറിയില്ല. ദിവ്യ ഉണ്ണി പിന്നീട് വിളിക്കുകയും പക്ഷേ വേണ്ട സമയത്ത് വിളിക്കാൻ പോലും തയ്യാറായില്ലല്ലോ എന്ന് ഒരു നീരസം ഉമാ തോമസ് അപ്പോൾ തന്നെ ദിവ്യ ഉണ്ണിയോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അപകടത്തിന് ശേഷം പരിപാടിയിൽ തുടർന്ന സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമുണ്ടോ എന്നൊരു സംശയം കൂടി ഉമാ തോമസ് ഈ ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കൃത്യമാണ്. ഇത്തരത്തിലാണ് ഉമാ തോമസ് പറയുന്നത്, താൻ വീണ് പരിക്കേറ്റ ശേഷവും മന്ത്രി പരിപാടിയിൽ തുടർന്നു. ഈ സമീപനത്തോട് സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമുണ്ടോ എന്ന സംശയം ഉണ്ടാക്കി. അഴയിലിട്ട തുണി താഴേക്ക് വീണ ലാഘവത്തോടെയാണ് വീഴ്ചയ്ക്ക് ശേഷം പലരും സ്വന്തം സീറ്റുകളിൽ ഇരുന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. എന്തു സംഭവിച്ചുവെന്ന് അന്വേഷിക്കാൻ പോലും മന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല. മഞ്ജു വാര്യർ വന്ന ശേഷം എന്നെ ദിവ്യ ഉണ്ണി വിളിച്ചിരുന്നു. ഒരുപക്ഷെ മഞ്ജുവിനോട് ഞാൻ എന്റെ വിഷമം പറഞ്ഞിരുന്നു. ശേഷം അടുത്ത ഞായറാഴ്ച, അതായത് മഞ്ജു വാര്യർ വന്നതിന്റെ പിറ്റേ ഞായറാഴ്ച തന്നെ ദിവ്യ ഉണ്ണി തന്നെ വിളിച്ചു. ഇത് ദിവ്യ തന്നെയാണോ എന്ന് ഞാൻ കളിയാക്കി തന്നെ ചോദിക്കുകയും ചെയ്തു. ഇപ്പോഴല്ല പ്രതികരിക്കേണ്ടതെന്നും ആ ഒരു നീരസം ഞാൻ ഏർപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളെപ്പോലുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഒരിക്കലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറ്റി നിൽക്കാൻ പാടില്ല. നമ്മൾക്ക് ചില ചുമതലകളുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ്. നമ്മളെ കണ്ടിട്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇതാണ് ഉമാ തോമസ് ദിവ്യ ഉണ്ണിയോട് പറഞ്ഞത്. ശരിക്കും തികച്ചും ന്യായമായ കാര്യങ്ങളാണ് ഉമാ തോമസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം അവരുടെ ഒരു വീഴ്ച നമ്മൾ തന്നെ പെട്ടെന്ന് ഞെട്ടുന്ന തരത്തിലായിരുന്നു ആ സ്റ്റേജിൽ നിന്ന് വീഴുന്നത്. ആ വീഴ്ചയിൽ പലരും, അവിടെ ഇരുന്ന പല വ്യക്തികളും എഴുന്നേറ്റ് ഈ പറഞ്ഞതുപോലെ ഉമാ തോമസ് പറഞ്ഞതുപോലെ അഴയിൽ നിന്ന് നമ്മൾ ഒരു സാധനം, ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു വസ്ത്രം താഴോട്ട് വീഴുന്ന ഒരു ലാഘവം, അതുപോലെ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു ഒന്ന് എത്തി നോക്കി എന്നുള്ളതല്ലാതെ അവിടുന്ന് എഴുന്നേറ്റ് അവര് താങ്ങിയെടുക്കുന്നതൊക്കെ താഴെ നിന്ന് അവന്റെ കൂടെ വന്ന കുറെ ആൾക്കാരും അവിടെ കൂട്ടം കൂടിയുന്നവരെ താങ്ങിയെടുത്ത് പെട്ടെന്ന് താങ്ങിയെടുത്തപ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടാതൊക്കെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പക്ഷെ എടുത്തവർക്കും അറിയില്ല ഇത്രത്തോളം ആഘാതം അവർക്ക് പറ്റിയിട്ടുണ്ടെന്നോ. ഒരു പക്ഷെ വീണത് അത്ര വലിയ എന്ത് തന്നെ ആയിക്കോട്ടെ, ചെറിയൊരു വീഴ്ച ആയിക്കോട്ടെ, നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഓടിച്ചെന്ന് എന്ത് എന്ന് ചോദിക്കും. പക്ഷെ അവർക്കൊന്നും അതൊന്നും വലിയ സ്വാഭാവികമായിട്ട് തോന്നി. എഴുന്നേറ്റു. അതുപോലെ തന്നെ അതാത് ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ആ ഒരു സംഘടനകൾ ആ ഒരു നൃത്തം തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു. അതിലൊന്നും അവർക്ക് വലിയൊരു പ്രശ്നമുള്ളതായിട്ട് കണ്ടില്ല. അത് തന്നെയാണ് ഉമാ തോമസ് ചോദിക്കുന്ന, സംസ്കാരമുണ്ടോ സാംസ്കാരിക മന്ത്രിക്ക്? ശരിയാണ്, ഒരാൾക്ക്, ഒരു മന്ത്രിയാണ് അദ്ദേഹം, ഇത്തരത്തിലുള്ളൊരു സംഗതി നടന്നപ്പോൾ അദ്ദേഹമാണ് അതിനെ ചുമതലയെടുത്ത് മുന്നോട്ട് വരേണ്ടെന്ന്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് നൃത്താവിഷ്കാരമൊക്കെ അതൊക്കെ അവിടെ നടക്കും, അല്ലെങ്കിൽ നടക്കില്ല, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഒരു ജീവന് അപ്പുറം മറ്റൊന്നുമില്ലല്ലോ. ഒരു ജീവനേക്കാൾ അപ്പുറം വിലയായിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് 100 ജീവനാണെങ്കിലും 1 ജീവനാണെങ്കിലും എല്ലാം തുല്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ വലിയൊരു അപകടമാണ്. നമുക്കറിയാം, 1 മാസത്തിന് ശേഷം പോലും ഒരു നിവർന്നു നിൽക്കുകയോ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ പോയിരുന്നത്. സർജറി വരെ ചെയ്യേണ്ടുന്നതായിട്ട് വന്നു. അപ്പൊ അത്തരത്തിൽ ഒരു വലിയൊരു ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദിവ്യ ഉണ്ണിയെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലല്ല പെരുമാറേണ്ടുന്നത്. ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. ദിവ്യ ഉണ്ണിയോട് പറഞ്ഞത് കൃത്യമായ കാര്യങ്ങൾ, ഇങ്ങനല്ല നിങ്ങൾ ഇടപെടേണ്ടുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കൂ, ഒന്ന് വരികയോ ചെയ്തോ,
ഞാൻ മഞ്ജുവിനോട് തന്നെ പറഞ്ഞല്ലോ എന്നുള്ളത് ഉമാ തോമസ് പറയുമ്പോൾ അത് കൃത്യമാണ്. ദിവ്യ ഉണ്ണിയുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ട് ഇത്തരം ഒരു അപകടം നടന്നിട്ട് അവർ ചെന്നില്ല എന്ന് പറയുന്നത് നമുക്ക് തന്നെ അതിശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും വലിയൊരു വിമർശനമാണ് ഉമാ തോമസ് ഈ ഒരു മീഡിയയിലൂടെ നടത്തിയിരിക്കുന്നത്.